ഹായ് അസ്സാം വലൈക്കും, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നമ്മൾ 2 ദിവസമായോ കണ്ടിട്ട്. നമ്മൾ ആ ടൂറ് പോയി വന്നതിന് ശേഷം പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ലേനു അല്ലേ. ഒന്നാമത് ഡെയിലി വീഡിയോ എടുക്കണമെന്ന് വെച്ചാൽ ഞാനിവിടെയും അങ്ങും അല്ലേ ഉള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ഒപ്പരം തന്നെയാണ് നമുക്കൊരു ഡെയിലി വ്ളോഗ് കാര്യങ്ങളൊക്കെ എടുക്കുക. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഞാൻ ആടെ പോകണം, ഞാൻ അങ്ങനെ എന്തെന്നെ പറഞ്ഞാലും നമുക്ക് ദിവസം ആടെ പോയി നിൽക്കൽ നടക്കൂലല്ലോ. നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ സമയമുള്ളവരാണ് പോകാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള ഓരോ അവസ്ഥകൾ. അപ്പോൾ അവൾ എത്രയും പെട്ടെന്ന് നീ കൊണ്ടുവരണം. എന്തായാലും വാവക്ക് 4 മാസമായി. അവൾ വാവേൻ്റെ ഒക്കെ ഒറ്റയ്ക്ക് ചെയ്യാനും ഒക്കെ പഠിച്ചിക്ക്. ബാക്കി നമുക്ക് ഇൻഷാല്ലാ നോക്കാം ഇവിടെ വന്നിട്ട് അല്ലേ. എന്താ അങ്ങനെ പേടിച്ച് നിന്നിട്ട് കാര്യമില്ലല്ലോ. മുമ്പ് ഇവിടെ വന്നാൽ എന്ത് ചെയ്യുമോ ഇതാവും ഒന്നും പേടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ധൈര്യപൂർവ്വം അത് ചെയ്യാന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ധൈര്യം സംഭരിച്ച് അങ്ങനെ തന്നെ കുറച്ച് ഞാൻ പോകാണ്ടല്ലോ ഇവിടെ തന്നെ നിന്ന് അങ്ങനെയൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് തന്നെ വിചാരിക്കാം. പക്ഷേ ഇവിടുത്തെ കോലം എന്ന് പറഞ്ഞാൽ ഭയങ്കര അബദ്ധമാണ്. പുരേൻ്റെ ഉള്ളിൽ തന്നെ ഫുള്ള് കച്ചറിയാം. അത് പിന്നെ ക്ലീൻ ആക്കിയാൽ അങ്ങ് റെഡിയാവും. അതല്ലാണ്ട് നമ്മൾ എടുപ്പിക്കേണ്ട പണി ഒരുപാടുണ്ട് ഇവിടെ. അപ്പോൾ ഓരോന്നായിട്ട് ഇപ്പോൾ എടുപ്പിക്കാൻ നോക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് ഏകദേശം ഒരു 3 കൊല്ലത്തിൻ്റെ എല്ലാം മുകളിലായി. പക്ഷേ ഇതുവരെ അന്ന് എടുത്തല്ലാണ്ട് ഒരു സാധനം ഇവിടെ ചെയ്തിക്കില്ല. ഇന്നെല്ലാം പോലും കാർപ്പറ്റ് ഇട്ടതിനും കാർപ്പറ്റ് പോയിട്ട് അങ്ങ് ഒഴിവാക്കിക്ക്. അതിന് ശേഷം ഒരു സാധനം ഇവിടെ ചെയ്തിക്കില്ല. കാരണം പൈസ ഇല്ലേനും. ഇപ്പോൾ പൈസ ഉണ്ടായിട്ടൊന്നുമല്ല. എല്ലാവരും വിചാരം യൂട്യൂബർ എന്ന് പറയുമ്പോൾ ഭയങ്കര പൈസ ഉണ്ടാവും എന്നൊക്കെയാണ്. പക്ഷേ അങ്ങനെ ഉള്ളവരുണ്ടാവുമായിരിക്കും. നമ്മളെല്ലാം അവസ്ഥ തന്നെയാണ്. ഓരോ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് എന്നല്ലാണ്ട് വേറെ എനിക്ക് ഭയങ്കര പൈസ എടുത്ത് മാറ്റി ചില മാസങ്ങളിലൊക്കെ. പിന്നെ മാസാവസാനം അവൻ കഷ്ടിച്ചിങ്ങനെ എന്ന് പറഞ്ഞുള്ള ആക്കലാണ് ഓരോ ട്രോൾ ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ. അതൊന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയല്ല. കാരണം അത് അങ്ങനെ അങ്ങനെ ഒരു ഇതായിപ്പോയി. യൂട്യൂബർ എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ ഭാരി കൂട്ടുന്നു എന്നുള്ളൊരു ചിന്തയായിപ്പോയി. അതിലൂടെ പെട്ടുപോയ നമ്മളെ പോലെയുള്ള രണ്ടിലും മിഡിലായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് പെട്ടുപോയത്. അപ്പോൾ എന്തെങ്കിലും ആട്ടെ. ഇപ്പോൾ പൈസയെല്ലാം കുറച്ച് അറേഞ്ച് ചെയ്തിട്ട് കുറച്ച് ഇതെല്ലാം പണയം ബുക്ക് എന്തെല്ലാം ചെയ്തിട്ട് കുറച്ച് പൈസ അറേഞ്ച് ചെയ്യണം. അല്ലാണ്ട് ഇങ്ങനെ പൈസ വരുമ്പോഴേ കാക്കാന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് കോലയിൽ ഷീറ്റ് ഇടണം. അതിന് ഷീറ്റ് കാര്യങ്ങളെല്ലാം വാങ്ങാൻ പോകണം. പിന്നെ ഇവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ പോകെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. പിന്നെ ഇവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് പോകെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. എല്ലാം കഴിച്ചിട്ട് എത്രയും പെട്ടെന്ന് വലിയ പെരുന്നാൾ നമുക്കിവിടെ ആഘോഷിക്കുന്ന രീതിയിൽ ഓളയും കുഞ്ഞിനെയും കൊണ്ടുവരണം എന്നുള്ളതാണ് കേട്ടോ നമ്മളെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് എന്നാൽ പന്നൂർ പോയിട്ട് ഓളവും മോനെയും കാണുക. എന്നിട്ട് പുരപ്പണിക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങി വരിക. പിയാപ്പിള ഒന്നേരം കോഴിക്കളെ കരയുന്നുണ്ട്. നിങ്ങളൊന്നും പിടിക്കുമല്ലോ മക്കളെ. ഞങ്ങൾക്ക് നാടൻ കോഴിനോട് ഇപ്പം താല്പര്യമില്ല. ചായ കുടിച്ചില്ല. റമീസേ, ഇവിടെ എന്താ ഉണ്ടോ തിന്നുവാന്? എല്ലാം ഇനി എന്നോ ചായ കുടിക്കാണ്ട് വന്നതാ. ഭാര്യ വീട്ടിൽ വരുമ്പോൾ ചായ കുടിച്ച് എന്താ ചെയ്യാനാ? സമയം അതിന് മാത്രമായോ? 12 ആയിക്കല്ലോ. അപ്പം ഗൈസ്, ഭാര്യ വീട്ടിൽ വന്ന് ചായ വെക്കുന്ന പിയാപ്പിള തന്നെയാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ ആരും ഇല്ലടാ. അമ്മ അവിടെ പോയി ടൂറോ? എടുത്തേക്ക് ആയിരിക്കും. എനിക്ക് കുറേ ആയില്ലേ സുഖമില്ലാണ്ടായിട്ട്. എനിക്ക് പിന്നെ എനിക്ക് വേദനയൊക്കെയാ. നിങ്ങളെല്ലാവരെയും നോക്കിയിട്ട് എന്തോ വായിക്കുന്നുണ്ടാവും. എത്ര ആളെ നോക്കണം ഇവിടെ. നമുക്ക് വേഗം പോവുക നമ്മളെ അടുത്തേക്ക്. ഇനി തട്ടിടാണ്ട് നിൽക്കുന്ന എന്താ വീഡിയോയിൽ വരാണ്ട് കണ്ടിട്ടാ. അപ്പം ഭാര്യ വീട്ടിൽ അടുക്കളയിൽ ഇതുവരെ പാചകം ഉമ്മാളൊക്കെ പത്തിരി ഒട്ടീനില്ലേ കല്യാണം കഴിഞ്ഞ വാടൊക്കെ. എന്താ ചായ ലേശം ഉണ്ടാക്കി കുടിക്കട്ടെ. സമയം 12 മണിയായി. അതൊന്നും പ്രശ്നമില്ല. 12 മണിയായി. ഇതുവരെ രാവിലത്തെ ചായ കുടിച്ചിട്ടില്ല. ഞാൻ ഒറ്റക്കായോണ്ട് കുറേ രാവിലത്തെ പിന്നെ ചായൻ്റെ പൈസ ലാഭിക്കാൻ വേണ്ടി ഉച്ചവരെ ഉറങ്ങും. എന്നിട്ട് ചോറങ്ങ് നിന്നു. അങ്ങനെയാ. കഞ്ഞി എന്നിട്ട് പാർസൽ കൊണ്ടുവരുക. മനസ്സിൽ വിചാരിച്ചോ? ആന്നല്ല, നമ്മൾ അടിപൊളിയായിട്ട് അവിടെ നമ്മൾ 3 ആള് സൂപ്പറായിട്ട് നിൽക്കും. കുഞ്ഞു നോക്കിക്കോ. പേടിച്ചിട്ട് കാര്യമില്ല. എല്ലാം തരണം ചെയ്യാതെ. പാവം എല്ലാവിടെ കിടക്കാണ് കേട്ടോ. എന്നാ എന്നിട്ട് എന്നാ പ്ലാന്? നിങ്ങൾ അങ്ങോട്ട് വരുന്നില്ലേ? അവിടെ എന്തൊക്കെയോ ജോലി കളഞ്ഞ് ഏൽപ്പിച്ചിക്കില്ലേ? അതെല്ലാം ചെയ്താലേ വരാൻ പറ്റൂന്ന് പറഞ്ഞല്ലേ?
അതാ പറഞ്ഞേ. ഇനിയിപ്പോൾ ഫണ്ട് കണ്ടെത്താനാണ് ഞാനിവിടെ വന്നത്. ആരും കാണാണ്ടൊന്നില്ല ഈ പൊരേൻ്റെ ആധാരം, അല്ലെങ്കിൽ ഉമ്മാൻ്റെ വല്ല മാലയോ വളയോ, അല്ലെങ്കിൽ ഉപ്പാൻ്റെ എന്തെങ്കിലും പേഴ്സോ അങ്ങനെ എന്തെങ്കിലും അടിച്ചു മാറ്റിക്കോ. എൻ്റെ ആടാ എന്തിനാ ഇത് കറങ്ങയിട്ടാ ഗുരു 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 ഗുരു. അവേ ഇതാടുന്നില്ല ഇപ്പോൾ. ആ പറ, എന്തെന്നാ ഇനി കണ്ടുവച്ചേ? പഴയ പത്തായത്തിൽ എന്തെങ്കിലും ഉണ്ടാവും, പഴയ അല്ലേ വെള്ളി, പിന്നെ പാത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, അതോ എല്ലാം സ്വീകരിക്കും. ആ എന്നാ എന്തെങ്കിലും എടുക്ക്. ഞാൻ രണ്ടുമൂന്ന് ബാങ്കിലൊന്ന് ചെന്ന് നോക്കട്ടെ അല്ലേ, എന്തെങ്കിലും ലോൺ സൗകര്യങ്ങളുണ്ടോ എന്നാറ്റോ. എന്താ എൻ്റെ സൗണ്ട് കേട്ടിട്ടാ? ആ എൻ്റെ ആരാ ചിക്കന്, എൻ്റെ ആരാ ചിക്കന്. എന്നാല് എന്തെങ്കിലും ഞാൻ ഒന്ന് ചെന്ന് നോക്കട്ടല്ലേ ആദ്യം ഒന്ന്, പിന്നെ എല്ലായിടത്തും വിസിറ്റ് ചെയ്യട്ടല്ലേ, എന്നിട്ട് എന്ത് കിട്ടും അന്വേഷിച്ച് വരാം അല്ലേ. എന്നാൽ പോവാ. എന്തൊക്കെയോ പണികളുണ്ട് ആടെ, എന്തെന്നാ ചെയ്യാ. എത്ര പൈസ കിട്ടിയാലും മതിയാത്ത പോലെയുള്ളൊരു ഫീലുവാ. അതാണ്, അത് നോക്കണ്ട, എല്ലാം നമുക്ക് ചെയ്യാം. ആകുന്ന പോലെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഞാൻ കൂട്ടുക. ഇനി അതാ നടക്കും. ഞാൻ പോയി വരാം. ആ ഇതെത്ര ഉണ്ട്? 4 അടി ഹൈറ്റ് ഉണ്ടാവും, 5 അടി ഹൈറ്റിലുണ്ട്. ഇപ്പോൾ അതൊക്കെ കുറവാ. എത്ര കാലമായില്ലേ ഈ താറപ്പായി ഇങ്ങനെ കെട്ടിയിട്ട്. ഇൻഷാ അല്ലാ 2 ദിവസം കൊണ്ട് പണിക്കാർ വന്നിട്ടുണ്ട്. ഇതിന് പകരം നമ്മളിവിടെ ഒരു ഷീറ്റ് ഇടും. ഷീറ്റ് വന്നാൽ തന്നെ പോരാ, അങ്ങ് മാറും. നല്ലൊരു പെയിൻറ്റും എല്ലാം അടിച്ച് ഉഷാറാക്കിയിട്ട് വേണം പോലെയും കൊണ്ടുവരും. എന്തു പറയാനാ, ശരിക്കും അറിയാച്ചാൽ ഒരു കുറഞ്ഞ കാലത്തേക്ക് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. അതിന് ശേഷം ഇത് മുമ്പോട്ട് സ്ഥലം കണ്ടില്ല നിങ്ങൾ, ഇവിടെ കൂട്ടിയെടുക്കുക, ഒരു ചെറ്റ പോലെ കെട്ടാന്നെല്ലാം വിചാരിച്ച് കൂടിയതാണ്. പക്ഷേ കൂടി ഇപ്പോൾ 3 കൊല്ലമായി. ഇതുവരെ ഇവിടെ ഒന്നും ചെയ്യാനൊന്നും ആയിക്കില്ല. നല്ലൊരു തറയെല്ലാം നമുക്ക് ഇവിടെ കെട്ടണം. പക്ഷേ ഇത് പൊളിക്കുവാനായിട്ട് ഇനി തോന്നുന്നുമില്ല. കൂട്ടിയെടുക്കുകയെന്ന് വെച്ചാൽ അന്നേരം പൈസ ഇല്ലാത്തതുകൊണ്ട് നല്ലൊരു അബദ്ധം കാണിച്ച. അബദ്ധം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉറപ്പുള്ള മണ്ണാണ്, എങ്കിലും ബെൽറ്റൊന്നും പാർക്കാണ്ട് അങ്ങനെ മുറിക്കല്ലുകൊണ്ടെല്ലാം തറ കെട്ടി. തറ സ്ട്രോങ് അല്ലേ എന്നുള്ള ഒരു സംശയം. അപ്പോൾ നമ്മളിതിൻ്റെ കൂട്ടിയെല്ലാം എടുക്കുമ്പോൾ എൻജിനീയർമാരുടെ അടുത്തൊക്കെ എന്തെങ്കിലും വഴിയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുക അല്ലേ. അങ്ങനെ അങ്ങ് ഒഴിവാക്കേണ്ടതൊന്നും വരുമല്ല. നല്ലൊരു എൻജിനീയറെ കൊണ്ട് നോക്കിയാൽ ഇതിനെന്തെങ്കിലും ഐഡിയ ഒക്കെ ഉണ്ടാവുമല്ലോ. ഇത് ഒന്നുമില്ലെങ്കിൽ കിച്ചൺ മാത്രമായിട്ടെങ്കിലും അല്ലേ, എന്നാൽ പിന്നെ കിച്ചൺ എടുക്കേണ്ടിയില്ലല്ലോ. ബാക്കി അത്രയും സ്ഥലം ലാഭം കിട്ടുമല്ലോ ഈ ചുരുങ്ങിയ സ്ഥലത്ത്. അതായത് ഇത് മൊത്തം 10 സെൻറ്റിൻ്റെ അടുത്താണുള്ള, 10 സെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് 5 സെൻറ്റ് ഉണ്ട് ഈ പുരയുള്ള. ബാക്കി 5 സെൻറ്റ് സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ മിറ്റോ ഒന്നും ഉണ്ടാവില്ല. എനക്കാണെങ്കിൽ കുറച്ചധികം സ്ഥലം ഇങ്ങനെ മിറ്റായിട്ടെല്ലാം വേണം. അങ്ങനെയൊക്കെ ഉള്ള ഓരോ ആഗ്രഹങ്ങളാണ്. അപ്പോൾ നോക്കാം, നമുക്ക് എന്തായാലും വൈകുന്നേരം ഒരു പണിക്കാരൻ വരുന്നുണ്ടെന്ന് എനിക്ക് ഇവിടുത്തെ ബാക്കിയുള്ള കുറച്ച് പണിക്കും എല്ലാം നോക്കും, എത്ര പൈസ ആവും എന്നുള്ളത്. ഞാൻ കുറേ ബാങ്കൊക്കെ കാര്യം ഇറങ്ങി വരികയാണ് കേട്ടോ. പണയം വെക്കണോ അല്ല എന്തെങ്കിലും പേഴ്സണൽ ലോണാറ്റം കിട്ടുമോ എന്നൊക്കെ നോക്കിയിട്ട്, എന്നിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു നാളെ ഞാൻ ചെയ്യും. നാളെ ബാങ്കിൽ ഒന്നുകൂടി പോകണം. അപ്പോൾ കനറ ബാങ്കിലും ഗ്രാമീണ ബാങ്കിലും ഒക്കെ പോയി വരികയാണ്. നോക്കുക, നമുക്ക് അത് മെല്ലെ വീടാണ്. അല്ലാണ്ട് പോലെ ഇങ്ങനെ വേഗം കൊണ്ടുവരണമല്ലോ, അല്ലാണ്ട് നടക്കുകയല്ല കൊണ്ടാണ്. കാരണം പെട്ടെന്നൊരു കുറച്ച് എന്തായാലും 1 ലക്ഷത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ പുറമേ എല്ലാം ആവും, നല്ല പൈസയാവും. അപ്പോൾ പെട്ടെന്ന് നമ്മളെ തങ്ങി എടുത്ത് ചിലവാക്കാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ വേറെ വകുപ്പില്ല, ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യാല്ലാണ്ട്. എന്നിട്ട് മെല്ലെ കടം വീട്ടാന്ന് വിചാരിക്കുക. ഇനി ഓലയും കൊണ്ടുവരാണ്ടിരിക്കാനാകല്ല. അവളെ ഉമ്മാക്കൊന്നും സുഖവും ഇല്ല, ഓലയും കൂടി നോക്കാനൊന്നുള്ള ആരോഗ്യമൊന്നും ആടായിരിക്കും ഇല്ല. പിന്നെ നമ്മൾ വേറെ രക്ഷയില്ലാത്തതുകൊണ്ട് അങ്ങനെ നിന്നെയാണല്ലോ. ആടെ തന്നെ ആട് കോഴി കാര്യങ്ങളിലായിട്ട് ഇപ്പോൾ ഓലയും കൊണ്ടുവന്ന് കുറച്ച് ഇവിടെയും കുറച്ച് ആടെയെല്ലാം വന്നാലും പ്രശ്നമില്ല. ഓല തന്നെ ഉറക്കം കഴിഞ്ഞ് അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു വിഷമൊക്കെ ഉറങ്ങാണ്ടൊക്കെ നിൽക്കുമ്പോൾ ഒക്കെ ഉണ്ടല്ലോ. ഇത്രയും 4 മാസം വരെ അൽഹംദുലില്ലാ 4 മാസം ആയല്ലോ. ഇനി അവന് ഇവിടെ വളരണം.
ഓൻ്റെ വീട്ടിൽ വളരണം. നമ്മളെ ഇല്ലായ്മയും വല്ലായ്മയും എല്ലാം കണ്ടറിഞ്ഞ് നമ്മളെ ഓടി വളരണമല്ലോ. അപ്പോഴാണ് ഒലിക്ക് അങ്ങനെയൊക്കെ ആണ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് ഈ പൊങ്ങച്ചം കാണിക്കുന്നതും ഭയങ്കര ഇതാണെന്ന് പറയുന്നതും അതൊന്നും പേഴ്സണലി എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. നമ്മളെന്താണോ അത് ആൾക്കാരെ കാണിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെ വീഡിയോയിൽ നിങ്ങൾക്ക് അങ്ങനെ ഓവറായിട്ടുള്ള കാര്യങ്ങളും ഒന്നും കാണാനൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും നമുക്ക് വീഡിയോ വ്യൂ ഒക്കെ കുറവും ഒക്കെ. നമ്മളങ്ങനെയുള്ള ആൾക്കാരാണ്. അതായത് നിങ്ങളെപ്പോലെ തന്നെയാണ്. നമുക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ പ്രശ്നങ്ങളുണ്ട്. സാമ്പത്തികമായിട്ട് മാത്രം കേട്ടോ, മാനസികമായിട്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്ത് ചെയ്തിട്ടും അങ്ങ് റെഡിയാകുന്നില്ല. അതാണ് സ്ഥിതി. നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? എന്ത് ചെയ്തിട്ടും ഈ അടവുകളും കാര്യങ്ങളൊന്നും കഴിയുന്നില്ല. വല്ലാത്തൊരു സ്ഥിതി തന്നെ. കുറേ അടവുകളൊക്കെ കഴിയുമ്പോൾ അതേപോലെ വേറെ വരും. അങ്ങനെയുള്ളൊരവസ്ഥ നിങ്ങൾക്കുണ്ടോ അങ്ങനെ? പിന്നെയെന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയാലും നമുക്ക് നമ്മളെ കാര്യങ്ങൾ കഴിഞ്ഞു പോകാമെന്നല്ലാണ്ട് സേവ് ചെയ്യുക, അതിനും സേവ് എന്നൊന്നും പറഞ്ഞാൽ അതെല്ലാം ചിന്തിക്കാൻ തന്നെ ആകുന്നില്ല. കാര്യങ്ങൾ ചെയ്യാൻ തന്നെ ഒരു വല്ലാത്തൊരു കാലഘട്ടമല്ലേ ഇത്. എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയായിരിക്കും. കാരണം എത്ര പണിക്ക് പോയിട്ടും ഇത്ര കിട്ടിയിട്ടും തികയാത്ത അവസ്ഥ തന്നെയായിരിക്കും എല്ലാവർക്കും. കാരണം ഇത് ഒരു 500 ഉറുപ്പ്യ എന്നെല്ലാം പറഞ്ഞാൽ ഇപ്പോൾ ഒരു 50 ഉറുപ്പ്യൻ്റെ വാല്യൂ പോലും ഇല്ലാണ്ടായി. ടക്ക് 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 എന്ന് പറഞ്ഞാൽ പൈസ അങ്ങ് തീരുന്നല്ലേ. എന്താ ഇങ്ങനെയാണെങ്കിൽ ചെയ്യുക, ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മൾ പക്ഷേ വെറൈറ്റി ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക. അത് തന്നെ പലതും ചെയ്ത് നോക്കുക. എന്താണ് സക്സസ് ആവുക നമുക്കറിയില്ലല്ലോ. തളരാണ്ട് പോരാടുക, അതേ ചെയ്യാനുള്ളൂ. പിന്നെ കുറേ അങ്ങ് സേവ് ചെയ്യാമെന്ന് ചിലർ രക്ഷപ്പെടും, ചിലർ അങ്ങ് ജീവിച്ച് പോകും. എല്ലാം കണക്ക് തന്നെ. നമ്മൾ എല്ലാവരും കോടീശ്വരന്മാരാവുമൊന്നും ഇല്ലല്ലോ. നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിച്ച് മരണം വരെ ഹാപ്പി ആയിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായാൽ തന്നെ അൽഹംദുലില്ലാ, രോഗങ്ങളൊന്നും ഇല്ലാണ്ട് അല്ലേ. അല്ലാണ്ട് മില്യനെയറല്ലേ കോടീശ്വരനാവാനൊന്നും എല്ലാവർക്കും പറ്റിയെന്നൊന്നും വരികയല്ല. ശ്രമിക്കുക, അത്ര തന്നെ. വേറെന്താ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ?